കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ മകന് ജോലി നൽകാനുള്ള നടപടികളായി. ഇത് സംബന്ധിച്ച നിയമന ഉത്തരവ് ഇന്ന് കൈമാറും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നൽകാനാണ് മന്ത്രിസഭാ തീരുമാനമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുകയാണ്. മകൻ നവനീതിന് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്ന് കൈമാറും. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടാണ് നിയമനം. വീട് പണിത് കൊടുക്കുന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് NSS ചുമതലപ്പെടുത്തി അത് പൂർത്തീകരിച്ചു. വളരെ നേരത്തെ സമയബന്ധിതമായി അത് പൂർത്തീകരിച്ചതിന് താക്കോൽ കൈമാറി. 4ാമത്തെ കാര്യമായിരുന്നു മകന് ജോലി കൊടുക്കണം, അതും സ്ഥിരമായൊരു ജോലി കൊടുക്കണം. അന്ന് തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അത് കൊടുക്കാൻ തീരുമാനമെടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്ത് ഇനി ഓർഡർ 3-ാം തീയതി അദ്ദേഹത്തിന് കൈമാറാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ അവധിയായിരുന്നുകൊണ്ടാണല്ലേ ഇന്ന് കൊടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബിന്ദുവിൻ്റെ കുടുംബത്തിന് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് 10,50,000 രൂപ ധനസഹായം നൽകിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള NSS യൂണിറ്റുകൾ വീട് നിർമ്മാണവും പൂർത്തിയാക്കി നൽകി. നേരത്തെ മകളുടെ ചികിത്സയും പൂർണ്ണമായും സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ നിയമന ഉത്തരവും കൈമാറുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.